സംഗീതം ഒരു മരുന്നാണ്. സംഗീതം ആസ്വദിക്കാത്തതായിട്ട് ആരാണുള്ളത് അല്ലേ? നമുക്കൊരു വിഷമം വരുമ്പോഴും ഒരു പാട്ട് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് റിലാക്സ് ആകും. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പാട്ടുകാരനാണ്. പത്തനംതിട്ട അയിരൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. പ്രിയപ്പെട്ട സുമേഷ് അയിരൂരിനെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ദുബായില് പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നതാണ് അല്ലേ? പരിഹാരോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമായിട്ട് കഴിഞ്ഞ പ്രോഗ്രാം. ശരിയാ. എത്ര ദിവസം ഉണ്ട് ദുബായില്? ഞാൻ ഇനി 7-ാം തീയതി ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞിട്ട് 8-ാം തീയതി തിരിച്ച് പിന്നെ നാട്ടിലുണ്ട് പ്രോഗ്രാംസ് ഉണ്ടല്ലേ. ഇപ്പം സുമേഷ് കൈരളിയിലെ ഗന്ധർവ സംഗീതം ഫൈനലിസ്റ്റ് ആയിരുന്നു അല്ലേ? അവിടെ എന്ന് തൊട്ടാണ് ഈ പാട്ടിനെ പറ്റിയുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ പാട്ടിന്റെ നമ്മൾ പറയും ഈ പാട്ടൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു പാരമ്പര്യം ആയിട്ട് കിട്ടിയതാണോ? എന്റെ അച്ഛൻ നന്നായിട്ട് പാടും, അസാധ്യമായിട്ട് പാടുമായിരുന്നു. പക്ഷെ അച്ഛന്റെ ഒരു കുഞ്ഞിലുള്ള ടൈമിലൊന്നും പാട്ട് പഠിക്കാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അത് വളർത്തിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്നിലൂടെയാണ് ഇപ്പൊ അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ. അച്ഛനും അമ്മയും ഒക്കെ നാട്ടില് കുടുംബം ഉണ്ട്. ആരാണ്? വൈഫും കുഞ്ഞുങ്ങളും? 2 കുഞ്ഞുങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങൾ എത്ര വയസ്സൊക്കെ ഉണ്ട് കുട്ടികൾ? മോന് 9 വയസ്സ്, മോക്ക് 6 വയസ്സ്. ശരി. അപ്പം നമുക്കിനി സംഗീതത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ സ്വാതിരുന്നാളില് ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ. അത് ശരി. അവിടെ 3 വർഷം പഠിച്ചു. അല്ല, അവിടെ കോഴ്സ് വൈസ് ആയിട്ടുള്ള പഠിത്തമേ ഉള്ളായിരുന്നു. അല്ലാതെ അധികാരിയായിട്ട് അങ്ങനെ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല. പിന്നെ നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിലാണ്. തീർച്ചയായും. ആദ്യമായിട്ട് ഇങ്ങനെ കച്ചേരി പാടുവാണ് അതോ എങ്ങനെ? പാടുമായിരുന്നു. പക്ഷെ അതൊന്നും സത്യമാണല്ലേ, ഒരു കാലത്ത് കച്ചേരികളായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്നത്. കച്ചേരിയായിട്ട് തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും സിനിമ പാട്ട് ഞാൻ ഇതിനകത്തൊക്കെ പാടിയതൊക്കെ ആയാലും കണ്ട് അത് ആ പാട്ട് വേണമെന്ന് പറയും. അതൊരു നല്ല കാര്യം. ജനങ്ങൾ ശ്രദ്ധിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ. തീർച്ചയായും. അപ്പോൾ ഞാനിപ്പോ ചോദിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് എത്ര വയസ്സിലാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് അത് ഭയങ്കര കോമഡി. അത് പൊൻകുന്ന എലിക്കുളം എന്ന് പറയുന്ന സ്ഥലം, കോട്ടയം. അവിടെ ഒരു പ്രസംഗ മത്സരത്തിനാണ് സത്യത്തിൽ ആദ്യം ചേർന്നത്. ശരിയാ. അപ്പൊ അതെനിക്ക് ഒട്ടും ഇതല്ലായിരുന്നു പറയാനുള്ള. അപ്പൊ ആദ്യം എപ്പോഴും മറന്നു പോകുന്ന ഭാവം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു, നമസ്കാരം എന്ന് പറയുന്ന ഭാവം ഞാൻ എപ്പോഴും മറന്നു. അപ്പൊ അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു. അവസാനം സ്റ്റേജിൽ കയറി തുടങ്ങിയതേ അതാ പറഞ്ഞോണ്ട് എന്റെ പ്രസംഗം. അപ്പൊ അമ്മ അങ്ങനല്ല അങ്ങനെ പറഞ്ഞു. അത് എത്ര വയസ്സിൽ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? നഴ്സറി പഠിക്കുമ്പോ. ശരി. അപ്പൊ ആ പ്രായം തൊട്ട് തന്നെ സ്റ്റേജിൽ പെർഫോമർ ആണ്. ഓക്കെ. പാട്ടിലേക്ക് കടന്നു വന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു? 2-ാം ക്ലാസ് തൊട്ടൊക്കെ ഇതിനൊക്കെ ചേരും. പിന്നെ 5 തൊട്ട് 10 വരെ ഞാൻ ICSE സിലബസ് ആയിരുന്നു. ഇംഗ്ലീഷൊന്നും വെച്ചില്ല. അപ്പൊ അവിടെ പഠിച്ച സമയത്ത് ഞാൻ ഈ മത്സരങ്ങൾക്കെല്ലാം ചെയ്തില്ലേ മ്യൂസിക്. അപ്പൊ സ്കൂള് കഴിഞ്ഞ് ജില്ല കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ വരെയൊക്കെ എത്തി ഞാൻ പോയിട്ടില്ല. അങ്ങനെ വന്നൊരു ഇതല്ല. എന്റെ മെയിനായിട്ട് ഞാൻ ഡെസ്കില് ചോദിക്കാൻ ഗന്ധർവ സംഗീതം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഒരു വീട്ടിൽ ഇതുപോലെ സുഹൃത്തുക്കള് പറഞ്ഞിട്ട് ഞാനിന്ന് കൊട്ടി പാടിയതാ. ശരിയാ. അത് ഹിറ്റായി. അതങ്ങ് സാമൂഹ്യ നമ്മുടെ സോഷ്യൽ മീഡിയയില് എല്ലാം കൂടെ ഏകദേശം 1 കോടി ആൾക്കാരോളം. ശരി. ഏത് പാട്ടായിരുന്നു അത്? അത് എന്നെ തമസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ ഇരുന്നിട്ട് ശ്രുതി ഇടടാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പാടിയത് കൂട്ടുകാർ ചുമ്മാ പാടിയ റെക്കോർഡിങ് അല്ലാതെ ഒന്നും ചെയ്തല്ല. ചുമ്മാ മൊബൈൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങനെ സാധനം കയറിപ്പോയി. ഏതൊക്കെ രാജ്യത്തുനിന്ന് ആ സമയത്ത് തന്നെ വിളിച്ചെന്ന് എനിക്ക് 2-3 മാസത്തോളം ടച്ചിന് കോളായിരുന്നു അല്ലേ? അപ്പൊ ഒരു ചെറിയൊരു മ്യൂസിക് അത് അത്ര വലിയൊരു റീച്ചിലെത്താനും അവിടെ തൊട്ട് നമ്മുടെ വളർച്ചയുടെ ആ ഒരു ദൈവത്തിന്റെ അത് ശരിക്കും അതൊക്കെ ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ അവിടെ തൊട്ടാണ് ശരിക്കും ഒരു സ്റ്റേജ് പെർഫോമിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഗന്ധർവ സംഗീതത്തിൽ എത്തിപ്പെട്ടത്? മുന്നേ ആയിരുന്നു ഗന്ധർവ സംഗീതം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2013 ഗന്ധർവ സംഗീതം. അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഗന്ധർവ സംഗീതം പാടുന്ന സമയത്തും എല്ലാം ഈ കൊട്ടി പാടിയെല്ലാം 2014-15 അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഒരു പെർഫോമർ ലെവലിലേക്ക്. അതൊരു ദൈവാനുഗ്രഹം അല്ലേ? ഞാൻ വിദേശ രാജ്യം ഇങ്ങോട്ടൊന്നും ഒരിക്കലും പ്രവേശിച്ചല്ല. ജ്വല്ലറി നിന്നപ്പോഴേ ഒരിക്കലും പ്രവേശിച്ചില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ എത്ര വട്ടം വന്നെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. സുമേഷ് പോകാത്ത വിദേശ രാജ്യങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഈ ഒരു അത് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? പോയി, ഓസ്ട്രേലിയ, സൗദി,
ഒമാൻ, അല്ല ഒരുവിധം ഫോറിൻ കൺട്രീസിലൊക്കെ, ദുബായിൽ പലതവണ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് വന്നേ ഇന്നലെ പാടിയ വേദിയില്ല, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ഞാൻ ആദ്യമായിട്ട് 2017 സമയത്ത് വന്നേ. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഇപ്പം അച്ഛനും അമ്മയും ഡെഫിനറ്റ്ലി അച്ഛന്റെ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് ആണല്ലോ, അവരാണല്ലോ നമ്മള്. അത് പ്രാർത്ഥനയാണ് നമ്മളെ ഇത്രയും നല്ല ഇങ്ങോട്ട് വരുന്നതിന് ഞാൻ അച്ഛനെ ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടിരിക്കുക. ശരി. അപ്പൊ വൈഫ് പാടുവോ? അവള് നന്നായിട്ട് പാടും കേട്ടോ. ആണോ? ശരിയാ. മക്കളും അത്യാവശ്യം പാടും. ഞങ്ങള് FB-ലൊക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന ഫാമിലി, മ്യൂസിക് ഫാമിലി ആയിട്ട് തന്നെ. വൈഫ് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ടോ? അവൾ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും പാടത്തെ. ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് കല്യാണത്തിന് ശേഷം ഞാനിങ്ങനെ ഇപ്പൊ അവള് പ്രതീക്ഷിക്കാത്ത ചക്കുളത്തുകാവെന്നൊക്കെ പിന്നെ അമ്പലപ്പുഴ ക്ഷേത്രം, അവിടെ എല്ലാം ഞാൻ അവളെ വലിയ വലിയ വേദികളിൽ, അവള് സ്വപ്നം പോലും വേദികളിൽ കൊണ്ടുപോയി പാടിച്ചു. വെരി ഗുഡ് ഹസ്ബൻഡ് അല്ലേ. നമ്മുടെ ജീവിത പങ്കാളിയെ കൂടെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു മനസ്സുള്ള ആൾക്ക് അത് പറ്റത്തുള്ളൂ. അപ്പം സുമേഷ് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ചോദിക്കായിരിക്കും, കണ്ണിന് എന്തോ ഒരു ഗ്ലോക്കോം എന്ന് പറയുന്ന അസുഖം. ഈ ഇടത് കണ്ണ് കംപ്ലീറ്റ് കാഴ്ച നഷ്ടപ്പെട്ടു, വലത് കണ്ണിന് ഒരു 70% കാഴ്ചയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു കല്യാണം. അപ്പൊ അവിടെ വീട്ടുകാരെല്ലാം എതിർത്തായിരുന്നു. കാരണം എനിക്ക് ക്രമേണ ഈ കാഴ്ച ചിലപ്പോൾ ഫുള്ള് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു അവർ സമ്മതിക്കുന്നത്. പക്ഷെ അവള് പറഞ്ഞു എനിക്കിത് മതി, നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ലെന്ന് അവള് പറഞ്ഞു. അങ്ങനെ എന്റെ കല്യാണം, ഞാൻ കല്യാണം കഴിക്കാവുന്ന വ്യക്തി പോലും അല്ല. ശരി. അപ്പൊ നമുക്ക് ഈ ഇടതുവശത്തിന് ഇപ്പം നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. ചിലപ്പോ പിള്ളേരെ കേസാടി ഞാൻ ഇടിക്കുക, ഞാൻ പറയാം അറിയത്തില്ല. മാറി നിൽക്കണ്ട. ഈ ഒരു വലതുവശത്തിന്റെ ഒരു 30% കുറഞ്ഞു, ഇപ്പൊ കുറഞ്ഞു 70%. ഭഗവാനെ അത് കുറയാതിരിക്കട്ടെ, അത് അങ്ങനെ തന്നെ ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതൊന്നും സാരമില്ല, ഇത്രയും വരെ നടത്തിയ ഒരു ശക്തി ഉണ്ടല്ലോ നമ്മുടെ ദൈവം, കൈവിടത്തില്ല, അതിലൊന്നും വിഷമിക്കണ്ട. പിന്നെ നമുക്ക് പാട്ടിലേക്ക് തന്നെ വരാം. ഏത് പാട്ടുകളാണ് കൂടുതലും ഇഷ്ടപ്പെട്ട് പാടുന്നത്? സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ? സിനിമയിൽ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതൊന്നും അങ്ങനെ വലിയ ഇതിലോട്ട് വന്നിട്ടില്ല. എന്റെ ആഗ്രഹത്തിന് സിനിമയിൽ പാടിയെന്നുള്ള, അല്ലാതെ അതൊന്നും ഒരു ഹിറ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ അത് കുഴപ്പമില്ല. എത്രയോ കഴിവുള്ള, അല്ല നമ്മളെ കഴിഞ്ഞും കഴിവുള്ള ഒരുപാട് ആൾക്കാർക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. എന്നെക്കാളൊക്കെ എത്രയോ വർഷമായിട്ട് നാട്ടിൽ പാടുന്നവരുണ്ട് ഇന്ന് വരെ, ഇങ്ങനെ എബ്രോഡ് കൺട്രീസിലും. അതെ പറഞ്ഞത്. അപ്പൊ ദൈവം നമുക്ക് തന്നെ ഭയങ്കര അനുഗ്രഹങ്ങളായത്. തീർച്ചയായിട്ടും വന്ന കൊട്ടിപ്പാടി മില്യൺ വന്ന പോലെ ഒരു സുപ്രഭാതത്തില് സുമേഷിന്റെ ഒരു പാട്ട് ഹിറ്റാകും. അത് ആകും, ഒരു പാട്ട് മതി എല്ലാവരും ഏറ്റുപാടുന്ന രീതിയിലൊരു പാട്ട്, അത് തീർച്ചയായും വരും. ഈ സ്റ്റേജ് പെർഫോമൻസിൽ കൂടുതലും ഭക്തിഗാനങ്ങളാണോ അതോ സിനിമാ പാട്ടുകളാണോ, ഏതാ പാടുന്നത് കൂടുതലായിട്ട്? ഭക്തിഗാനങ്ങളാണ് എനിക്ക് ഇച്ചിരി കംഫോർട്ട്. 7-ാം തീയതി ഉള്ള ഒരു അയ്യപ്പ ഇതിന്റെ പ്രോഗ്രാമാണ്, അവിടെ ഞാൻ ഇച്ചിരി കംഫോർട്ടാണ്. ഗാനമേള പെർഫോമൻസ് ഇപ്പൊ ട്രെൻഡ് മാറിയോണ്ട് മറ്റേ ടൈപ്പ് വേറെ ടൈപ്പ് പാട്ടുകളൊക്കെ അല്ലേ. ഞാൻ കൂടുതലും പാടും ദാസാർ, MG സാർ പാട്ടുകളാണ്. MG സാറിന്റെ ടോണുമായിട്ട് എനിക്ക് നല്ല ഇതുണ്ട്. എല്ലാരും പറയാറുണ്ട് സ്ക്രീനിൽ മറ്റേ വിഷ്വൽ, MG സാറിന്റെ വിഷ്വൽ ഇട്ടിട്ട് സ്പോട്ട് സിംഗിങ് ചെയ്യാറുണ്ട്. അതിന് ഭയങ്കര ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്ന അതിന്. സ്റ്റേജിലും ഈ പെർഫോമൻസ് ചെയ്യും, പിടിച്ചിട്ട് ടേബിളും പിടിച്ചിട്ട്. ടേബിളിലാണ്, അതെ, അല്ലാതെ മറ്റ് കൊട്ടുന്ന മൃദംഗമോ അതൊന്നുമില്ല, അറിയത്തില്ല. ഈ ടേബിളിൽ കൊട്ടിപ്പാടും. കുഞ്ഞിലേ തൊട്ട് അച്ഛൻ ഈ ഭജൻസിനൊക്കെ പോകുമ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൊട്ടിപ്പാടും. അന്ന് അച്ഛൻ പറയാൻ ചുമ്മാ അവതാളം കൊട്ടാടാണ്, അവതാളമാണ് നമ്മുടെ ഇന്നത്തെ അല്ലേ നിലനിൽപ്പും നമ്മുടെ അന്നമായതും ആ ഒരു അവതാളമാണ്. ഇത് ഞാൻ ഈ എടുക്കുന്ന പാട്ടുകൾ സെമി ആയിട്ടുള്ളത്, അല്ലാതെ ചുമ്മാ തട്ടുപൊളിപ്പനല്ല. സംഗീതം നഗുമോ അതിനൊക്കെ എളുപ്പം നമുക്ക് വഴങ്ങത്തില്ല. പക്ഷെ അത് കൊട്ടിപ്പാടാനായിട്ട് ബുദ്ധിമുട്ടല്ലേ? എന്റെ കൈ അതിന്റെ ഒപ്പം അങ്ങ് പോകുന്നതാ. ഇപ്പം ദൈവത്തിന്റെ ആ ഒരു സ്പർശനം കയ്യില് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതല്ലേ. പിന്നെ കുറെ ആൽബംസ് ചെയ്തിട്ടില്ലേ സുമേഷ്? ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അത് ഇതുപോലെ തന്നെ ഭക്തി ഗാനങ്ങളാണോ അതോ മറ്റ് കൂടുതലും ഭക്തി ഗാനങ്ങൾ? ഞാൻ തന്നെ മ്യൂസിക് ചെയ്തൊരു 50-100 പാട്ടോളം ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത് തന്നെ പാടിയിട്ടുണ്ട്, സംഗീതം നൽകി തന്നെ. ആണല്ലേ? അതെ അതെ. എല്ലാ വർഷവും ഒരു അയ്യപ്പനെങ്കിലും ഞാൻ തന്നെ എന്റെ ചെയ്യാറുണ്ട്. പാട്ടുകാരനോടാണല്ലോ. അപ്പൊ പത്തനംതിട്ട തീർച്ചയായും ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും സുമേഷ്. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവും തന്നെ ചെയ്യും. ഇപ്പം ഇവിടുത്തെ പ്രോഗ്രാം ഇനി കണ്ടിന്യൂ ചെയ്യുവാണോ അതോ ഇവിടെ 2-3 ദിവസം കൂടെ ഉള്ളോ, എങ്ങനെയാണ്? ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സുമേഷിന് അടുത്ത പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ മറ്റന്നാളും ഒക്കെ നാളെ മറ്റന്നാളും ഒക്കെ ഫ്രീ ആണ്. 5-ാം തീയതി ഒരു എൻക്വയറി ഇങ്ങനെ വന്നിട്ടുണ്ട്. സുമേഷ്, ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രേറ്റ് ലാലേട്ടൻ സുമേഷിന്റെ ഈ പാട്ട് കേട്ടിട്ട് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന്. അതെന്തായിരുന്നു? അതൊരു ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം.
അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്. അതെ അതെ അതെ. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ ബർത്ത്ഡേക്ക് ഇതുപോലെ ടേബിളിൽ കൊട്ടിയിട്ട് പാടി അദ്ദേഹത്തിന്റെ ഓരോ പടങ്ങളിലെ പാട്ടുകൾ ഞാനിങ്ങനെ കൊട്ടിപ്പാടിയിടും. എപ്പോഴും അത് അദ്ദേഹം ഇങ്ങനെ കണ്ടു. ഒരു സുപ്രഭാതത്തിൽ യാദൃശ്ചികം അതും കൊട്ടിപ്പാടി സോഷ്യൽ മീഡിയയിൽ ഇടുവോ അതോ ലാലേട്ടൻ അയച്ചു കൊടുക്കുവോ? ഇല്ല, ലാലേട്ടൻ ഇല്ല, അയച്ചില്ല. സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പം നാളുകളായിട്ട് ഇങ്ങനെ ചെയ്യുന്ന എപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇതായി. അങ്ങനെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു. ഒരു ബന്ധമില്ല. ഒരു ദിവസം, ഹലോ ഞാൻ മോഹൻലാലാണ്, ഞാൻ വീണ്ടും ചുറ്റും കിടന്ന് ഓടുക, എന്താ ഞെട്ടിപ്പോയോ? അതോ ഇനി ആരെങ്കിലും പറ്റിക്കാൻ വിളിച്ചത്? അങ്ങനെ ഓർക്കുക. അങ്ങനെ ആൾക്കാർ വിളിക്കുന്നു. എന്തായാലും പിന്നെ അദ്ദേഹം ഇങ്ങനെ സംശയം, മോനെ ഞാൻ നിന്റെ ഇതൊക്കെ കാണാറുണ്ട് പാട്ടുകൾ. പിന്നെ അദ്ദേഹം ഞാൻ ഇടയ്ക്ക് പത്തനംതിട്ട വരാറുണ്ടെന്നും നേരിട്ട് കാണണമെന്നും എല്ലാം സംസാരിച്ചു. നേരിട്ട് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ. ആ ഒരു ആഗ്രഹവും അധികം താമസിയാതെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക് കോളേജ് പഠിച്ചപ്പോൾ ലാലേട്ടനെ കണ്ടു. പക്ഷെ അന്ന് സംസാരിക്കാനും അറിയത്തില്ല. ലാലേട്ടൻ അറിയത്തില്ല. തീർച്ചയായും ലാലേട്ടൻ വന്ന് കാണും, നമുക്ക് അതിന് കാത്തിരിക്കാം. എനിക്ക് പക്ഷേ സുമേഷിന്റെ ഒരു കുട്ടിപ്പാടൽ കേൾക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു ടേബിൾ കിട്ടിയ ചെയ്യാം അല്ലേ? അത് ഞാൻ അറേഞ്ച് ചെയ്യാം. നമുക്ക് തുടങ്ങിയാലോ? സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരാതമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാനീത പദനി, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാനീത പദനി, സംഗീതമേ ദപമ ഗനി ദപമ സനി ദപ ഗരി മഗതി സനി പദനി, സംഗീതമേ ഗരി മഗനി സനി ദപമ പദനി, സംഗീതമേ അമര സല്ലാപമേ, രിത്തിക സരിഗ സരി നിഗ നിഗ നി സരി സനി നി സനി ദപ ഗമ പദനി സ പദമപ സനി കരി ഗനി സ തബനി ദ സത്തി തി സ ഗനി സ സനി സ മഗരി സരി ഗ നിഗ മഗരി നി ധനി ഗനി സനി ധനി ദവ മ മനി ദവ മഗ ഗമ മപ പദ തനി നി സ സനി തിഗ ഗമ തിഗ ഗരി നി സനി ധരി സ സ സ സനി ധരി നി ധനി ധ ധനി ധനി ദവ മ മനി ദവ മഗ ഗ മനി ദവ പദനി ധരി ഗ സാരി ധനി ഗരി സനി ധ ധനി 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 ദവ ഗരി സ ഗരി സനി ധരി സനി ധി സനി ദവ സനി ധ സ നി ദവ മ ഗമ പദ പദനി ധ പദനി ധനി ഗമ പദ ഗമ പദ മ പദനി മ ധനി സ പദനി സ പദ നി സനി ഗരി സനി സ നി സനി ധനി സനി ധ പദ പദനി സ പദനി സരി നി സരി ഗ ഗരി സനി ധരി സനി ദവ ഗമ പദനി, സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. ഇത് ദൈവത്തിന്റെ